ഹായ് ഗൈസ്, അല്ലീസ് വേൾഡിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന റൂബിക്ക അല്ലെങ്കിൽ ലൗലോലിക്ക അച്ചാറാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഈ ഒരു അച്ചാറുണ്ടെങ്കിൽ ചോറ് തീരുന്നത് അറിയുകയില്ല. വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് റൂബിക്ക. പ്ലം വിഭാഗത്തിൽപ്പെടുന്ന ഒന്നാണിത്. ഈ റൂബിക്ക മരത്തിൽ നിറയെ കായ്കളാണ് ഉണ്ടാകുന്നത്. റൂബിക്ക അച്ചാറിടാനായി നമുക്ക് വേണ്ടത് കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും സാധനങ്ങളാണ്. ഇത് മൂന്നും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. റൂബിക്ക കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ആവശ്യമായ പൊടികളാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഇതിൽ ആവശ്യത്തിന് എരിവ് എത്ര വേണോ അതിനാവശ്യമായ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാൻ 2 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, ഇത്രയും പൊടികളാണ് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ് എന്നിവയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ടാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. എല്ലാ വീട്ടിലും നിത്യോപയോഗ സാധനങ്ങളായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം എല്ലാ വീട്ടിലും ഉള്ളതുകൊണ്ട് ഈ അച്ചാർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. റൂബിക്ക വൈനുണ്ടാക്കാനും അച്ചാറുണ്ടാക്കാനും ഉപ്പിലിടാനും എല്ലാം ഉപയോഗിക്കാറുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറുള്ളത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ചട്ടി ചൂടായ ശേഷമാണ് വെളിച്ചെണ്ണ ഒഴിക്കാനുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നല്ല ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കണം. നല്ല പഴുത്ത റൂബിക്കയാണ് അച്ചാറിടാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ചൂട് കാലാവസ്ഥയിലാണ് ഇത് വിളവെടുക്കുന്നത്. ഒരു തൈ നട്ടാൽ 2 വർഷത്തിൽ നമുക്ക് വിളവെടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കണം. വെയിറ്റ് ലോസിനും കാഴ്ചശക്തി കൂട്ടാനും റൂബിക്ക നല്ലതാണ്. വിപണിയിൽ ഇത് കാണാനില്ലെങ്കിലും താമസിയാതെ തന്നെ ഇത് വിപണി കൈയടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കണം. നല്ല വഴന്ന് വരുമ്പോൾ മാത്രമേ നമുക്ക് അടുത്ത ചേരുവ ചേർക്കാൻ കഴിയുള്ളൂ. അമിതവണ്ണം, കൊളസ്ട്രോൾ, കുടവയർ എന്നിവ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. വെയിൽ നല്ലപോലെ ഏൽക്കുന്ന സ്ഥലത്താണെങ്കിൽ നിറയെ കായ്ക്കുന്ന ഒന്നാണ് റൂബിക്ക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് നല്ലപോലെ വഴറ്റുക. പൊടികളെല്ലാം നല്ല നിറം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർക്കാനുള്ളത്. ഞാൻ ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടി ഇതിലേക്ക് വെള്ളത്തിന് പകരം ശർക്കര പാനിയാണ് ചേർക്കുന്നത്. ചന്ദനം ചാർത്തുന്നു ഭാര്യ, മന്ദസ്മിതങ്ങളാൽ നീറും. ചെറിയ മധുരമുള്ളപ്പോൾ ഇതിന് ടേസ്റ്റ് കൂടും. പുളിപ്പ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് ശർക്കരപ്പാനി ചേർത്തിട്ടുള്ളത്. ഇത് ആരും തന്നെ അങ്ങനെ ചേർക്കാറില്ല. എന്നാൽ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള റൂബിക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. റൂബിക്ക ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയം മതി. അധികം വേവൊന്നും വേണ്ട. അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. രണ്ടും കൂടെ ഉപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുമ്പോൾ അത് ശരിക്കും വാടി വരും. വെന്ത് പോവരുത്. വെന്താൽ അതിൻ്റെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് ചെറുതായിട്ട് വാടി വന്നാൽ മതി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. സിമ്മിലിടേണ്ടതാണ്. സ്റ്റൗ എപ്പോഴും സിമ്മിലായിരിക്കണം, അല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു പോകും. ഇത് വെന്ത് വരുന്ന മുറയ്ക്ക്, വാടി വരുന്ന മുറയ്ക്ക് അതിൽ വെള്ളം തനിയെ ഉണ്ടായിക്കോളും. നമ്മൾ ഇനി എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമ്മൾ അച്ചാർ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഷെയർ ചെയ്യാനും, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കും. ഇത് നല്ല ടേസ്റ്റിയാണ്. അതെന്ന് വെച്ചാൽ പുളിപ്പിൻ്റെ കൂടെ അല്പം മധുരം കൂടി ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിനുള്ളത്. അങ്ങനെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു ബൗളിലേക്ക് അത് സെർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.
ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോസ് എല്ലാം കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ആവശ്യപ്പെടുന്ന മുറയ്ക്കാണ് എനിക്ക് വേറെ വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് കമൻറ്റിലൂടെ എന്നെ അറിയിക്കുമല്ലോ. നന്ദി.